നമസ്കാരം. ഏറ്റവും വിശേഷപ്പെട്ടതായ സമയം എന്നറിയപ്പെടുന്ന ബ്രാഹ്മമുഹൂർത്തത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ സമയത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സമയത്ത് പത്നിയായ സരസ്വതി ദേവി ഉണർന്ന് പ്രവർത്തിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ ബ്രാഹ്മമുഹൂർത്തം സരസ്വതീയാമം എന്നും അറിയപ്പെടുന്നതാകുന്നു. ബ്രാഹ്മമുഹൂർത്തം എന്നാൽ സൃഷ്ടാവിന്റെ സമയം എന്നാണ് അർത്ഥം പോലും വരുന്നത്. നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള സമയം കൂടിയായി ഇതിനെ കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ സമയം ഏതൊരു വ്യക്തിയും ഉണർന്നെഴുന്നേൽക്കുന്നു എങ്കിൽ അത് ആ വ്യക്തിക്ക് ഉത്തമമായ ഫലം നൽകും. പ്രത്യേകിച്ചും ഈ സമയത്ത് ഉണർന്നെഴുന്നേൽക്കുന്ന വ്യക്തിക്ക് നല്ല ഊർജം അനുഭവപ്പെടുന്നതായ സാഹചര്യം വന്നു ചേരും. ശരീരത്തെ ശക്തിപ്പെടുത്താനായും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് ഉത്തമമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഓരോ ദിവസത്തെയും ബ്രാഹ്മമുഹൂർത്തം മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അതിനാൽ തന്നെ ഒരു കൃത്യമായ സമയം പറയുക എന്നത് സാധ്യമല്ല. എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം സാഹചര്യങ്ങളിലും ഇത് ഏകദേശം, അതായത് ബ്രാഹ്മമുഹൂർത്തം പുലർച്ചെ 4:30 കൂടിയാണ് ആരംഭിക്കുക. 4:30 മണിയോടെയാണ് എന്ന് കരുതപ്പെടുന്നതാകുന്നു. ആയുർവേദ പ്രകാരം നോക്കുമ്പോൾ ഈ സമയത്ത് ഏതൊരു വ്യക്തിയും ഉണരുകയാണ് എങ്കിൽ ആ വ്യക്തികളുടെ രോഗങ്ങൾ അകറ്റുവാനും ആയുസ് വർദ്ധിപ്പിക്കുവാനും അത് സഹായകരമായി തീരും എന്നും പരാമർശിക്കുന്നതാണ്. ഒരു മുഹൂർത്തം എന്നത് 48 മിനിറ്റ് ആണ്. ബ്രാഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപായുള്ള സമയമാണ്. അതിനാലാണ് ഈ സമയം കൃത്യമായി പരാമർശിക്കുവാൻ സാധിക്കാത്തത് എന്നുകൂടി അറിയുക. ഈ സമയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇനി അറിയാനായി പോകുന്നത്. തീർച്ചയായും ഈ കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അമ്മയെ വന്ദിക്കുക. ഈ സമയം നിങ്ങൾ ഉണരുകയാണ് എങ്കിൽ, അതായത് എന്നും ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ ആയുസ്സിനും ആരോഗ്യത്തിനും ഉപരിയായി ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടും പുരോഗതി ഉണ്ടാകുന്നതായ, ഉയർച്ച ഉണ്ടാകുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം. ചിട്ടയായ ജീവിത ശൈലിയുടെ പ്രതിഫലനം എന്ന നിലയ്ക്കാണ് പണ്ടുള്ളവർ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിനെ കണ്ടിരുന്നത് പോലും. കേവലം ആചാരത്തിന്റെ ഭാഗം മാത്രമല്ല, ആയുർവേദ വിധി പ്രകാരവും യോഗ ശാസ്ത്രപ്രകാരവുമെല്ലാം ബ്രാഹ്മമുഹൂർത്തം ഏറെ പ്രധാനപ്പെട്ടതായ കാര്യം തന്നെയാകുന്നു. 21 ദിവസം നിങ്ങൾ അടുപ്പിച്ച്, അതായത് 21 ദിവസം മുടക്കം കൂടാതെ ദിവസവും ഈ സമയം ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിച്ച് നിങ്ങൾ ഏതാഗ്രഹമാണോ നടക്കേണ്ടത് ആ കാര്യം നിങ്ങൾ പറയുക. ശേഷം നിങ്ങൾക്ക് നാമജപം നടത്താവുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവതയെ ഈ സമയം നിങ്ങൾക്ക് ഭജിക്കാവുന്നതാണ്. ജപം ഈ സമയം ചെയ്യുന്നത് അത്രമേൽ വിശേഷമാണ് എന്നാണ് പറയുക. ഇരട്ടി ഫലമാണ്. പെട്ടെന്ന് തന്നെ ആ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നതും പ്രത്യേകതയായി പരാമർശിക്കാം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾ എത്ര തന്നെ പ്രയത്നിച്ചിട്ടും നടക്കാത്തതായ പല കാര്യങ്ങളും നടക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ സംജാതമാകും. അതിനുള്ള അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ആര് ഇങ്ങനെ ചെയ്താലും അവരുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിനോടൊപ്പം അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും ഉയർച്ച വന്ന് ചേരുന്നതാണ്.
ആ കുടുംബത്തിൽ സൗഭാഗ്യം നിറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാകുന്നു. ഒരു ആഗ്രഹം നടക്കുന്നത് വരെ ആ ആഗ്രഹം മാത്രമേ നിങ്ങൾ പറയുവാൻ പാടൂ. പലവിധ ആഗ്രഹങ്ങൾ ഒരേ സമയം നിങ്ങൾ പറയുവാൻ പാടുള്ളതല്ല. ഈ കാര്യം നിങ്ങൾ തീർച്ചയായും മുടക്കം കൂടാതെ തന്നെ ചെയ്യണം. പ്രപഞ്ചശക്തി ഒരു നേരിയ മറയായി മാത്രം അകന്നു നിൽക്കുന്നതായ ഈ സമയം ഇങ്ങനെ നാം എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും പൂർണ്ണ വിശ്വാസത്തോടെയും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യമാണ് സംജാതമാവുക. ഈ കാര്യം നിങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തോടെ ചെയ്യുക. വിളക്കിന് മുൻപിൽ നിന്നുകൊണ്ട് ഈ സമയം ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമായി പരാമർശിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ദേവതയുടെ ഗായത്രി മന്ത്രം നിങ്ങൾക്ക് ഈ സമയം ജപിക്കാവുന്നതുമാണ്. ഏതൊരു മന്ത്രം ജപിക്കുന്നതിന് മുൻപും ഗായത്രി മന്ത്രം ജപിക്കുന്നതും ശുഭമാണ്. ആദ്യം നിങ്ങൾ ഗണപതി ഭഗവാനെ ഭജിക്കുക. ഓം ഗം ഗണപതയേ നമഃ എന്ന് ഭജിച്ചതിന് ശേഷം ജപിച്ചതിന് ശേഷം ഗായത്രി മന്ത്രം കൂടി ജപിക്കുക. അതിനുശേഷം നിങ്ങൾ മറ്റ് ദേവതകളുടെ മന്ത്രങ്ങൾ കൂടി ജപിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ഫലസിദ്ധി കൈവരിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഗായത്രി മന്ത്രോപാസന ശീലമാക്കുകയാണ് എങ്കിൽ സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വ്യക്തിയിലും ആ കുടുംബത്തിലും വന്ന് ചേരും എന്നാണ് പറയുക. എന്നാൽ ഈ സമയം ഈ തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ജോലികൾ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് ചെയ്യുന്നതും ടെൻഷൻ വർദ്ധിപ്പിക്കുന്നതായ ചിന്തകൾ ഈ സമയം നിങ്ങൾ വളർത്തുന്നതും ശരിയല്ല. അതായത് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ധ്യാനത്തിനും പഠനത്തിനും ഉത്തമമായ സമയമായാണ് ഇത് കണക്കാക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തെ നശിപ്പിക്കുകയും രോഗങ്ങൾ വരുത്തുകയും ചെയ്യും. അതിനാൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർ വൈകി ഉറങ്ങുന്നത് അനാരോഗ്യകരമായി കണക്കാക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും നേരത്തെ തന്നെ കിടന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ നിത്യവും നിങ്ങൾ ഉണർന്ന് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഐശ്വര്യവർദ്ധനവിന് അത് കാരണമായി തീരും എന്നുള്ളതാണ്. ആ വ്യക്തി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനെ തന്നെ പ്രതിഫലിക്കും എന്നുള്ളതാകുന്നു. ഈ സമയം നിങ്ങൾ കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ക്ഷേത്ര ദർശനം കൂടി നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും. പ്രത്യേകിച്ചും ക്ഷേത്രത്തിലിരുന്നും ഈ സമയം മന്ത്രജപം നടത്തുന്നത് ഇരട്ടി ഫലം തന്നെയാണ് നിങ്ങൾക്ക് നൽകുക. ഈ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഈ സമയം നിങ്ങൾ മനഃശുദ്ധി തീർച്ചയായും ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതുമാണ്.